നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ടഫ്ലോൺ കോട്ടിംഗ്, പിന്നെ സെറാമിക് കോട്ടിംഗ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ടഫ്ലോൺ കോട്ടിംഗ് എന്നും കേട്ടിട്ടുണ്ടായിരിക്കും, സെറാമിക് കോട്ടിംഗ് എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. കാറിന്റെ ഒരു പെയിന്റ് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടും അത് നന്നായിട്ട് പോളിഷ് ചെയ്ത് വെക്കാനും അതിന്റെ ഒരു പെയിന്റിന്റെ നമ്മൾ വാങ്ങിക്കുമ്പോൾ ഉള്ള ക്വാളിറ്റി ലാസ്റ്റ് വരെയും നിൽക്കാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ ഈ കോട്ടിംഗ് എല്ലാം ചെയ്യുന്നത്. അപ്പം എല്ലാവരും ടഫ്ലോൺ കോട്ടിംഗ് എന്നും സെറാമിക് കോട്ടിംഗ് എന്നും കേട്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ പക്ഷെ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ വണ്ടിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ പ്രൈസ് അന്വേഷിക്കുമ്പോൾ വളരെ വലിയ കോസ്റ്റ് ആണ് അത് തരുന്നത്. എന്താണ് ടഫ്ലോൺ കോട്ടിംഗ്, എന്താണ് സെറാമിക് കോട്ടിംഗ് എന്നുള്ളത് എല്ലാവർക്കും തന്നെ അറിയാം. പെയിന്റിന്റെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യം. നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് എങ്ങനെ ടഫ്ലോൺ കോട്ടിംഗ് അല്ലെങ്കിൽ സെറാമിക് കോട്ടിംഗ് ഇതെല്ലാം എങ്ങനെ സ്വന്തമായിട്ട് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ്. നമ്മൾ ഇന്ന് ഫസ്റ്റ് പെയിന്റ് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് 3mm പ്രോഡക്ട്സ് വെച്ചിട്ടാണ്. നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ട സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ നമുക്ക് ഡ്രില്ലിംഗ് മെഷീൻ വെച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആംഗിൾ ഗ്രൈൻഡർ വെച്ച് ചെയ്യാം, ഇല്ലെങ്കിൽ പോളിഷിംഗ് മെഷീൻ വെച്ച് ചെയ്യാം. പോളിഷിംഗ് മെഷീൻ മാർക്കറ്റിലെല്ലാം അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്, കയറി നോക്കാം. ഇത് വെച്ചിട്ട് ചെയ്യാം. നമുക്ക് അതിന് ആദ്യമായിട്ട് വേണ്ടത് 3M സ്റ്റെപ്പ് 1 എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് നമുക്ക് വേണം. ഓക്കെ, ഈ സ്റ്റെപ്പ് 1 എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് വെച്ചിട്ടാണ് നമ്മൾ അത് ചെയ്യുന്നത്. സ്റ്റെപ്പ് 1 ഒരു കോമ്പൗണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും ഇതൊരു ഫിനിഷിംഗ് കോമ്പൗണ്ട് ആണ്. ഇത് പെയിന്റ് ട്രീറ്റ്മെന്റിന്റെ ഫസ്റ്റ് സ്റ്റെപ്പിന് നമുക്ക് ഇത് ആവശ്യമാണ്. സ്വന്തമായിട്ട് എങ്ങനെ ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ കണക്കിന് നമുക്ക് ഫസ്റ്റ് ഇതിന് എന്താണ് ആവശ്യമുള്ളതെന്ന് പരിചയപ്പെടാം. ഫസ്റ്റ് സ്റ്റെപ്പ് 1 ഒരു ക്രീം ആവശ്യമാണ്. പിന്നെ അത്യാവശ്യം വേണ്ട ഒരു സാധനം ഒരു മൈക്രോ ഫൈബർ ക്ലോത്ത് ആണ്. മൈക്രോ ഫൈബർ ക്ലോത്തിനെ കുറിച്ച് പറയുമ്പോൾ മാർക്കറ്റിൽ ഒരുപാട് മൈക്രോ ഫൈബർ ക്ലോത്ത് ഒരു ക്വാളിറ്റി കുറഞ്ഞ രീതിയിൽ വരുന്നുണ്ട്. കാണുമ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ട് തോന്നും, പക്ഷെ നമുക്ക് ഈ പോളിഷിങ്ങിന്റെ ആവശ്യമായിട്ട് വേണ്ട മൈക്രോ ഫൈബർ ക്ലോത്തുകൾ എന്ന് പറയുമ്പോഴത്തേക്കും എപ്പോഴും ഒരു റബ്ബറി എഫക്റ്റ് ഉള്ള ഒരു ഇതായിരിക്കണം, ഒരു ചെറിയൊരു ഗ്രിപ്പ് പോലെ ഉണ്ടായിരിക്കണം, എന്നാൽ സോഫ്റ്റും ആയിരിക്കണം. പിന്നെ ഒരു വാക്സ് കോട്ടിംഗ് ആവശ്യമായിട്ടുണ്ട്. പിന്നെ എന്ന് പറയുമ്പോഴത്തേക്ക് പോളിഷ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളിഷ് ചെയ്യുമ്പോൾ മെഷീനിൽ ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഇതുപോലൊരു സ്പോഞ്ച് ഉപയോഗിക്കും. ഇതുപോലെ ഈ സ്പോഞ്ചിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുറച്ച് ഗ്രിപ്പ് കുറഞ്ഞൊരു ടൈപ്പാണ്. അപ്പൊ നമുക്ക് പോളിഷ് ചെയ്യാൻ അധികം അറിഞ്ഞൂടാത്ത ആൾക്കാർക്കൊക്കെ ഇതാണ് എളുപ്പം. ഇതിന്റെ ജോയിന്റ്സിലും സൈഡിലും ഒക്കെ യൂസ് ചെയ്യാൻ ഇതാണ് എളുപ്പം. പിന്നെ ഇതാകുമ്പോഴത്തേക്കും പെട്ടെന്ന് പെയിന്റിന്റെ നമുക്ക് അറിഞ്ഞൂടാത്ത ആൾക്കാർക്കാണെങ്കിൽ കുറച്ച് ഗ്രിപ്പ് കുറവായതുകൊണ്ട് പെട്ടെന്ന് ഡാമേജ് ഒന്നും വരത്തില്ല. പിന്നെ ഒരു സ്ട്രെയിറ്റ് സ്പോഞ്ച് ഉണ്ട്. ഇതാണ് കുറച്ചുകൂടി ഗ്രിപ്പ് കൂടിയ സാധനം. ഇതിലായിരിക്കും കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് പോളിഷ് ചെയ്യാൻ പറ്റുന്നത്. ഈസി ആയിട്ട് പോളിഷ് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് നേരം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ തന്നെ പോളിഷ് ആവും. പിന്നെ ഇതെല്ലാം അറ്റാച്ച് ചെയ്യുന്നത് ഇതുപോലുള്ളൊരു സ്പോഞ്ചും വേണം. ചെറിയ സൈഡിലൊക്കെ ചെയ്യാനായിട്ട് ഇതുപോലുള്ള എണ്ണത്തിന്റെ ആവശ്യമുണ്ട്. ഇതുപോലൊരു ബാക്ക് പാഡ് ഉണ്ട്. ഈ പാഡിലാണ് നമ്മൾ ഇത് ചെയ്യുന്ന എല്ലാ ക്ലോത്തുകളും നമ്മൾ അറ്റാച്ച് ചെയ്യുന്നത്. ഇതുപോലെയാണ് അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഞാൻ പറഞ്ഞായിരുന്നു. സ്റ്റെപ്പ് 1 ഒരു കോമ്പൗണ്ട് വേണം, ഒരു ക്ലോത്ത് വേണം, പിന്നെ നമുക്ക് സ്പോഞ്ച് വേണം. അതായത് ഇത് വെറും സ്പോഞ്ച് അല്ല, ഇത് നമുക്ക് പോളിഷിങ്ങിന്റെ മെറ്റീരിയൽസ് വാങ്ങിക്കുന്ന സ്ഥലങ്ങളിൽ കിട്ടും. ആമസോണിലും ഫ്ലിപ്കാർട്ടിലും എല്ലാം മേടിക്കാൻ കിട്ടും. ഒരു സ്പോഞ്ച് വേണം, പിന്നെ ഇങ്ങനത്തെ ഒരു ക്ലോത്ത് ടൈപ്പ് വേണം. ഇതും പോളിഷിന് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്കൊരു കാർ പോളിഷിങ്ങിന്റെ, അല്ലെങ്കിൽ പോളിഷിംഗ് മീൻസ് ഒരു ടഫ്ലോൺ കോട്ടിംഗ് ചെയ്യുന്നതിന് മുന്നേ പെയിന്റ് ട്രീറ്റ്മെന്റിന്റെ ആവശ്യത്തിന് വേണ്ടത്. ടഫ്ലോൺ കോട്ടിങ്ങും സെറാമിക് കോട്ടിങ്ങും. അപ്പോൾ നമുക്ക് താമസിക്കാതെ ഇനി കോട്ടിങ്ങിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ 3M സ്റ്റെപ്പ് 1 എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഈ പ്രോസസ്സ് എല്ലാം ചെയ്യാൻ പോകുന്നത്, അത് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. മാർക്കറ്റിൽ പല ടൈപ്പ് റബ്ബിംഗ് കോമ്പൗണ്ടുകൾ മേടിക്കാൻ കിട്ടും. നിങ്ങൾക്ക് ഇപ്പോൾ ഈ വിഷ്വലിൽ കാണാം, ഇതൊരു മോട്ടോമാക്സിന്റെ 2X റബ്ബിംഗ് കോമ്പൗണ്ട് ആണ്. 3M തന്നെ മറൈൻ പേസ്റ്റ് എന്ന് പറഞ്ഞ് വേറൊരു കോമ്പൗണ്ട് നമുക്ക് മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടും. ഇതുപോലെ പല കമ്പനിയുടെ മേടിക്കാൻ കിട്ടും. ആക്ച്വലി ഇതെല്ലാം നമ്മൾ അവോയ്ഡ് ചെയ്യണം, കാരണം ഇതൊക്കെ കുറച്ചുകൂടെ പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നമുക്ക് ഇതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഗുണത്തിനേക്കാൾ ഏറെ ദോഷമായിരിക്കും ഉണ്ടാകുന്നത്. കാരണം ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. നമുക്ക് നമ്മുടെ ഒരു കാറ് പോളിഷ് ചെയ്ത് സെറാമിക് കോട്ടിങ്ങോ വാക്സോ ടഫ്ലോൺ കോട്ടിങ്ങോ ഒക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതിന്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ 3M സ്റ്റെപ്പ് 1 എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് മേടിക്കുക, പിന്നെ ഒരു വാക്സോ സെറാമിക് കോട്ടോ മേടിക്കുക. നമ്മളിവിടെ പ്രോസസ്സ് ചെയ്യാൻ പോകുന്നത് പ്രോപ്പറായിട്ട് നമ്മളൊരു പോളിഷിംഗ് മെഷീൻ വെച്ചിട്ട് തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഒരു ഡ്രില്ലിംഗ് മെഷീൻ വേണമെങ്കിൽ യൂസ് ചെയ്യാം, സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആംഗിൾ ഗ്രൈൻഡർ വേണമെങ്കിലും യൂസ് ചെയ്യാം. അത് രണ്ടും വെച്ച് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്.
ഇപ്പോൾ നമ്മൾ ഇതിലേക്ക് ഒരു ഹാർഡ് ടൈപ്പിന്റെ ഒരു സ്പോഞ്ച് പാഡ് ആണ്, അതായത് ഇതിനെ സ്പോഞ്ച് പാഡ് എന്നും ഫോം പാഡ് എന്നും പറയും, ഒരു പാഡാണ് അറ്റാച്ച് ചെയ്യുന്നത്. ഇതിലേക്ക് നമ്മൾ 3M വാക്സ് പുരട്ടും. ഈ വാക്സ് പുരട്ടുമ്പം നമ്മൾ അധികം എക്സസ് ആയിട്ട് പുരട്ടേണ്ട ആവശ്യമില്ല. ഇതെന്തുകൊണ്ടാണ് ഈ ഫോം പാഡിൽ പുരട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഇത് നമ്മൾ റൊട്ടേറ്റ് ആകുമ്പോഴത്തേക്കും ഇത് തെറിച്ച് ബേബാറിലാക്കി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ അതെല്ലാം ക്ലീൻ ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വാക്സ് പ്രോപ്പറായിട്ട് ഇങ്ങനെ ആ പെയിന്റിന്റെ സർഫസിൽ മൊത്തം പുരട്ടുന്നത്. വളരെ കൂളായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്ന് വേണം നിങ്ങൾ ഇതെല്ലാം ചെയ്യാൻ. കാരണം ചൂടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇതങ്ങ് ഡ്രൈ ആയി പോകും. അപ്പോൾ വളരെ കൂളായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്ന് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പോൾ വാക്സ് ചെയ്തതിനു ശേഷം മെഷീൻ ഇങ്ങനെ അതായത് ഫോം പാഡ് അറ്റാച്ച് ചെയ്ത മെഷീൻ വളരെ സോഫ്റ്റ് ആയിട്ട് അതിൻ്റെ പുറത്തേക്ക് ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് പോലെ റൊട്ടേറ്റ് ചെയ്യുക. വളരെ സോഫ്റ്റ് ആയിട്ട് വേണം നമ്മൾ ഈ പ്രോസസ്സ് എല്ലാം ചെയ്യാനായിട്ട്. നമ്മൾ ഈ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഈ ഒരു സ്പോഞ്ച് പാഡ്, അതായത് ഫോം പാഡ് വെച്ച് തന്നെ മാക്സിമം നമ്മുടെ ഈ പോളിഷ് മൊത്തം വളരെ സോഫ്റ്റ് ആയിട്ട് പോളിഷ് ചെയ്ത് ആ പെയിന്റിന്റെ പുറത്ത് വെച്ചിട്ട്, അതായത് ഇപ്പോൾ നിങ്ങൾക്ക് വിഷ്വലിൽ കാണാൻ പറ്റും പോളിഷ് അപ്രത്യക്ഷമാകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ പോളിഷ് മൊത്തം നമ്മൾ ഇത് വെച്ച് തന്നെ മാക്സിമം ഇത് ചെയ്യണം. അപ്പോൾ എക്സസ് ആയിട്ടിരിക്കുന്ന പോളിഷ് നമ്മൾ നമ്മുടെ അടുത്ത വുളൻ പാഡ് വെച്ചിട്ട്, അതായത് മറ്റേ ക്ലോത്ത് പോലെ ഇരിക്കുന്ന വുളൻ പാഡ് വെച്ചിട്ട് നമ്മൾ ക്ലീൻ ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 ടൈപ്പിലുള്ള ഫോം പാഡുകൾ നമുക്ക് കാണാൻ പറ്റും. അതായത് ഒരു സോഫ്റ്റ് ആയിട്ടുള്ളത്, അതായത് കുറച്ച് പൊങ്ങിയും താന്നും ഒക്കെ ഇരിക്കുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഫോം പാഡും, പ്യുവർ റൗണ്ട് ആയിട്ട് വരുന്നത് കുറച്ച് ഹാർഡ് ആയിട്ടുള്ള ഫോം പാഡുമാണ്. അപ്പോൾ നമുക്കത് അതിൻ്റെ പ്രോപ്പർ ആപ്ലിക്കേഷൻ അനുസരിച്ച് യൂസ് ചെയ്യാം. സാധാരണ വളരെ എളുപ്പമായിട്ട്, അതായത് നമുക്ക് ഈസി ആയിട്ട് പോളിഷ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് എപ്പോഴും നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള ഫോം പാഡ്, അതായത് പൊക്കവും താഴ്ചയൊക്കെ ഉള്ള ടൈപ്പ് ഫോം പാഡ് യൂസ് ചെയ്തിട്ടാണ്. കാരണം അത് കുറച്ച് ഫ്രിക്ഷൻ കുറവാണ്. അപ്പം പെട്ടെന്നൊന്നും പെയിന്റിന്റെ മണ്ടയ്ക്ക് കുത്തിപ്പിടിക്കുകയോ അങ്ങനെ ഒന്നും ചെയ്യത്തില്ല. അപ്പം തുടക്കക്കാർക്ക് വളരെ എളുപ്പം അങ്ങനെയുള്ള പാഡ് മേടിക്കാനായിരിക്കും, അതായത് മേടിക്കാനല്ല ഉപയോഗിക്കാനായിരിക്കും. വളരെ സോഫ്റ്റ് ആയിട്ട് നമ്മൾ ഇപ്പോൾ ഈ വിഷ്വലിൽ കാണുന്നത് പോലെ പെയിന്റിന്റെ വെള്ളയ്ക്ക് അപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, അതായത് ആ ചെയ്യുന്ന ഭാഗം എന്തുമാത്രം മിറർ ഫിനിഷിലേക്ക് വരുന്നുണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. വളരെ സോഫ്റ്റ് ആയിട്ട് വേണം നമ്മളിത് ഹാൻഡിൽ ചെയ്യാനായിട്ട്. പിന്നെ നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും എവിടെയെങ്കിലും എക്സസ് വാക്സ് ഈ കത്തിപ്പിടിക്കാൻ ചാൻസ് എന്ന് വെച്ചാൽ തീ വരുന്നതല്ല, അതായത് അവിടെ അങ്ങ് ഹാർഡായി പോകാൻ ചാൻസ് ഉണ്ട്. അത് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. വാക്സ് ചെയ്യുമ്പം പോകും, അല്ലെങ്കിൽ നമ്മൾ വൂളൻ പാഡ് വെച്ചിട്ട് ക്ലീൻ ചെയ്യുമ്പോൾ പോകും. വാക്സ്, അതായത് ഇപ്പം ഫോം പാഡ് വെച്ചിട്ടുള്ള പ്രോപ്പർ വാക്സിങ് എല്ലാം, അതായത് ഇപ്പോൾ വാക്സ് അപ്ലൈങ് എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് ചെയ്യേണ്ട പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വൂളൻ പാഡ് അറ്റാച്ച് ചെയ്യുക എന്നുള്ളതാണ്. വുളൻ പാഡ് കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. ഇത് നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഇപ്പോൾ എക്സസ് ആയിട്ട് നമ്മൾ എത്ര വാക്സ് ഉപയോഗിച്ചിട്ട് ഫോം പാഡ് വെച്ച് എത്ര ക്ലീൻ ചെയ്യാൻ ശ്രമിച്ചാലും അതിന്റെ മണ്ടയിൽ കുറച്ച് എക്സസ് ആയിട്ട് വാക്സ് കാണും. ആ വാക്സ് മണ്ടയിൽ ഒരു ഒരു വൈറ്റ് കളറിൽ കോട്ടിംഗ് ആയിട്ട് നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ഈ വൂളൻ പാഡ് ഉപയോഗിച്ചിട്ടുള്ള പോളിഷിങ്. വൂളൻ പാഡ് എപ്പോഴും നല്ല ക്ലീൻ ആണെന്ന് ചെക്ക് ചെയ്തിട്ട് വേണം മെഷീനിൽ അറ്റാച്ച് ചെയ്യാൻ. ബിക്കോസ് എന്തെങ്കിലും കല്ലോ പൊടിയോ എന്തെങ്കിലും ഇരിക്കുകയാണെങ്കിൽ അത് വീണ്ടും സ്ക്രാച്ച് ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ വളരെ നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം, ഇപ്പോൾ നിങ്ങൾക്ക് ഈ വിഷ്വലിൽ കാണാം എക്സസ് ആയിട്ട് പോളിഷിംഗ് കോമ്പൗണ്ട് പെയിന്റിന്റെ പുറത്തിരിക്കുന്നത് കാണാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സ്പോഞ്ച് പാഡിന്റെ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് ഫൈനൽ സ്റ്റെപ്പായിട്ട് ചെയ്യുന്നത് ഇപ്പോൾ ഈ വിഷ്വലിൽ കാണുന്നത് പോലെ വൂളൻ പാഡ് വെച്ചിട്ടുള്ള പോളിഷിംഗ് ആണ്. നിങ്ങൾക്ക് ആ വിഷ്വലിൽ കാണാം, അതായത് ആ പെയിന്റിന്റെ സർഫസ് ക്ലീൻ ആകുന്നത് കാണാം, അതായത് അതിന്റെ മണ്ടയിൽ ഉണ്ടായിരുന്ന ഒരു വൈറ്റ് ഷെയ്ഡ് മാറുന്നത് കാണാം, ഒരു മിറർ ഫിനിഷ് ആ പെയിന്റിലേക്ക് വരുന്നത് കാണാം. അതായത് ആ ചുവരിന്റെയും ലൈറ്റിന്റെയും ഷീറ്റിന്റെ ഒക്കെ വിഷ്വൽസ് വളരെ ക്ലീൻ ആയിട്ട് നമുക്ക് കാണാം. ഇപ്പൊ ഇതിലൊരു കുറച്ച് പൊടി പോലെ കാണുന്നത് ആക്ച്വലി ഈ വൂളൻ പാഡ് എപ്പോഴും നമ്മൾ കുറച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്. കാരണം അതിൽ ഒരുപാട് ഈ വൂളിന്റെ അംശം കുറച്ച് ഇളകി വരാൻ ചാൻസ് ഉണ്ട്. ഒന്നുകിൽ നമുക്കത് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് ഉണക്കിയൊക്കെ എടുക്കാം. ഇതിപ്പോൾ ഒരു പുതിയ പാഡാണ്, അതുകൊണ്ടാണ് ആ പൊടി പോലെ വരുന്നത്. ജസ്റ്റ് നമ്മൾ
ഇത് ചെയ്തതിന് ശേഷം മൈക്രോ ഫൈബർ ക്ലോത്ത് വെച്ചൊന്ന് തുടച്ചു കഴിഞ്ഞാൽ ഫിനിഷ് ആവും. അപ്പോൾ ഇത് 2 സ്റ്റെപ്പാണ് നമ്മൾ പോളിഷിങ്ങിന് പെയിൻറ്റ് ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നത്. നിങ്ങൾക്കിപ്പോൾ ഈ വിഷ്വലിൽ കാണാം, ബോണറ്റും വണ്ടിയും ഫുൾ നമ്മൾ സ്പോഞ്ച് പാഡും നമ്മുടെ വുളൻ പാഡും വെച്ചിട്ട് ഇപ്പോൾ വിഷ്വലിൽ നമ്മൾ ഇത്രയും നേരം സംസാരിച്ചതുപോലെ പോളിഷ് ചെയ്യുകയാണ്. വളരെ സോഫ്റ്റ് ആയിട്ട് വേണം ഹാൻഡിൽ ചെയ്യാൻ. എവിടെയെങ്കിലും സ്റ്റക്ക് ആവുന്നുണ്ടോ എന്ന് തോന്നിക്കഴിഞ്ഞാൽ പെട്ടെന്ന് മെഷീൻ നമ്മൾ പിറകിലേക്ക് വലിക്കണം. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കാണാൻ പറ്റുമോ പോളിഷ് ആകുന്ന ഭാഗത്ത് എന്തുമാത്രം ഫിനിഷിങ് വരുന്നുണ്ടെന്ന്. കാരണം മേളിലത്തെ നമ്മുടെ ആ ഒരു ഷീറ്റിൻ്റെയും ലൈറ്റിൻ്റെയൊക്കെ ഇമേജ് അതിൽ എങ്ങനെ വരുന്നുണ്ടെന്ന് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് ഹോൾ വണ്ടിയുടെ എല്ലാ പെയിൻറ് വരുന്ന ഭാഗത്തും വളരെ സോഫ്റ്റ് ആയിട്ട് ചെയ്യുക. അപ്പോൾ ഈ പോളിഷിങ് നമ്മൾ വണ്ടിയുടെ എല്ലാ പെയിൻറ് വരുന്ന സർഫസിലും അപ്ലൈ ചെയ്ത് കഴിഞ്ഞ ശേഷം തന്നെ നമുക്ക് വളരെ മികച്ച ഒരു റിസൾട്ട് കാണാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് ഈ വിഷ്വലിൽ കാണാം, നമ്മൾ പോളിഷിങ് എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. അതായത് വാക്സ് ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല, ജസ്റ്റ് നമ്മുടെ 3Mൻ്റെ സ്റ്റെപ്പ് 1 കോമ്പൗണ്ട് ഫുൾ വെച്ചിട്ട് നമ്മൾ സ്പോഞ്ച് പാഡും വുളൻ പാഡും വെച്ചുള്ള ക്ലീനിങ് കഴിഞ്ഞതിന് ശേഷമുള്ള കാര്യമാണ് നിങ്ങളിവിടെ കാണുന്നത്. മിറർ പക്ക മിറർ ഫിനിഷിലേക്ക് മാറിയിട്ടുണ്ട് പെയിൻറ്റിൻ്റെ. ഒരു മൈനർ സ്ക്രാച്ച് നിങ്ങൾക്ക് ഇനി ഈ പെയിന്റ് സർഫസിൽ കാണാൻ പറ്റത്തില്ല. മേജർ സ്ക്രാച്ചുകൾ ചെയ്യണമെങ്കിൽ നമ്മൾ പേപ്പർ കൂടെ വെച്ചിട്ടൊന്ന് സാൻഡ് ചെയ്യണം. നമ്മൾ സാൻഡ് ചെയ്തിട്ടില്ല ഇവിടെ. സാൻഡ് ചെയ്യാതെ മൈനർ സ്ക്രാച്ചുകൾ പൂർണ്ണമായിട്ടും പോയിട്ടുണ്ട്. വെള്ളം പോലും നമ്മുടെ പെയിന്റിൽ ഇപ്പോൾ പിടിക്കത്തില്ല. വെള്ളം ഒഴിച്ചാൽ വരെ പെട്ടെന്ന് അത് പോകും, കാരണം അത്രയും പോളിഷിലാണ് ഇരിക്കുന്നത്. ഇതിനുശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വാക്സ് ഉപയോഗിക്കാം. അതായത് ഇപ്പോൾ ചെയ്ത പോളിഷിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് വാക്സ് ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ സെറാമിക് കോട്ടിങ്ങോ എന്താന്ന് വെച്ചാൽ ചെയ്യാം. നമ്മുടെ പെയിന്റ് ഇപ്പോൾ പക്ക ഫിനിഷിങ്ങിൽ ഇരിക്കുകയാണ്. പെയിന്റ് കറക്ഷൻ പ്രോസസ്സ് ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇവിടെ ഇപ്പോൾ വാക്സ് ആയിട്ട് ചൂസ് ചെയ്തൊരു ടർട്ടൈൽ വാക്സ് ആണ്. ഈ ടർട്ടൈൽ വാക്സ് എന്തിനാണ് യൂസ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഈ വാക്സ് ചെയ്യണമെങ്കിൽ ഒരു ചെറിയൊരു സ്പോഞ്ച് പാഡിന്റെ ആവശ്യമുണ്ട്. അപ്പോൾ ആ സ്പോഞ്ച് പാഡ് നമുക്ക് ഫ്രീ ആയിട്ട് ഈ ടർട്ടൈൽ വാക്സിന്റെ കൂടെ കിട്ടും. ഇത് നിങ്ങൾക്ക് ആമസോണിലും മേടിക്കാൻ കിട്ടുന്നതാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ വാക്സ് വണ്ടിയിൽ പൂർണ്ണമായിട്ട് അപ്ലൈ ചെയ്യണം. വാക്സ് എപ്പോഴും ഒരു സെമി ലിക്വിഡ് ആയിട്ടുള്ള ഒരു സാധനമാണ്. ഇത് ഒരു റൗണ്ട് ആയിട്ട് നമ്മൾ എവിടെയൊക്കെയാണോ പോളിഷ് ചെയ്ത് എല്ലാ ഭാഗത്തും, പെയിന്റിന്റെ ഭാഗത്ത്, മറ്റുള്ള പ്ലാസ്റ്റിക് ഭാഗത്തൊന്നും അപ്ലൈ ചെയ്യരുത്. നമ്മളിപ്പോൾ പെയിന്റ് കറക്ഷൻ ചെയ്ത ഭാഗത്ത് മാത്രമായിട്ട് അപ്ലൈ ചെയ്യണം. പ്ലാസ്റ്റിക് ഭാഗത്തൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് വല്ല ഡാഷ്ബോർഡ് പോളിഷൊക്കെ വെച്ചിട്ട് വേണം അത് പിന്നെ ക്ലീൻ ചെയ്യാൻ. പെട്ടെന്ന് തുടച്ചാൽ മാറത്തില്ല. കുറച്ച് ഈ പോളിഷ്, അതായത് വാക്സ് അപ്ലൈ ചെയ്ത് കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്യണം. ഒരു 15-20 മിനിറ്റോളം നമ്മൾ വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഒരു മാവ് കട്ട പിടിച്ച പോലെ ഒരു ഇത് നമുക്ക് സർഫസിൽ മൊത്തം കാണാൻ പറ്റും. സർഫസ് മൊത്തം വെളുത്ത് വരുന്നത് കാണാം. ഇപ്പൊ നിങ്ങൾക്ക് ഈ വിഷ്വലിൽ കാണാം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഗ്രീൻ ടിന്റ് എന്തുമാത്രം ക്ലീൻഡ് വന്നു എന്ന് കാണാം. അതായത് ഒരു മാവ് ഉണങ്ങിയിരിക്കും പോലെ ഒരു അവസ്ഥ വരും. അതായത് പൂർണ്ണമായിട്ട് അത് ഉണങ്ങി പിടിക്കും പെയിന്റിനോട്. അപ്പോഴേക്കും നമ്മൾ നേരത്തെ കാണിച്ച മൈക്രോ ഫൈബർ ക്ലോത്ത് വെച്ചിട്ട് ക്ലീൻ ചെയ്യണം. വാക്സ് ഫുൾ തുടച്ച് ക്ലീൻ ചെയ്യണം. അതാണ് നമ്മുടെ ഫൈനൽ സ്റ്റെപ്പ്. ഈ സ്റ്റെപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വാക്സ് അവോയ്ഡ് ചെയ്തിട്ട് പകരം സെറാമിക് കോട്ടിങ് ചെയ്യാം. സെറാമിക് കോട്ടിങ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ റിസൾട്ട് വരും. പിന്നെ നിങ്ങൾക്ക് ഈ വിഷ്വലിൽ കാണാം എന്തുമാത്രം മിറർ ഫിനിഷാണ് നമുക്ക് കിട്ടുന്നത്. പക്ക മിറർ ഫിനിഷാണ് കിട്ടുന്നത്. നമ്മളിപ്പോൾ ഈ വീഡിയോ ചിത്രീകരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഏതാണ്ട് രാത്രി ആവാറായി. അതുകൊണ്ട് നമുക്ക് ഇപ്പം ഈ കാറിന്റെ വിഷ്വല് കുറച്ച് നാളെയാണ് നമ്മൾ കാറിന്റെ പൂർണ്ണമായിട്ടുള്ള ഫൈനൽ റിസൾട്ട് കാണിക്കാൻ പോകുന്നത്. നല്ല മഴയും പെയ്യുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട്. ഇതിപ്പോ നമ്മൾ പിറ്റേ ദിവസമാണ് ചിത്രീകരിക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പൊ കാണാൻ പറ്റും, വളരെ പഴയ മോഡലാണ് ടാറ്റ സഫാരിയുടെ ഈ കാറ്. പ്യുവർ മിറർ ഫിനിഷ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതായത് നമ്മുടെ ആ ഒരു ഗ്രീൻ ടിന്റ് പൂർണ്ണമായിട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട്. നമുക്കത് വീഡിയോയിൽ ചിത്രീകരിക്കാൻ പറ്റുന്നില്ല, ഇമേജ് എടുക്കുമ്പോഴാണ് പ്രോപ്പറായിട്ട് വരുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും പ്യുവർ മിറർ ഫിനിഷ്. ഇതിപ്പോൾ റോഡ് സൈഡിൽ പാർക്ക് ചെയ്തിരിക്കുന്ന കുറച്ച് ചെളിയൊക്കെ പുരണ്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നും നിങ്ങൾക്ക് കാര്യമായിട്ട് ഇതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടെന്ന് കാണുന്നു. കാരണം റോഡിൽ എന്തൊക്കെയാണുള്ളത് അതൊരു മിറർ കണക്ക് ഇതിലേക്ക് റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. ഷൂട്ട് ചെയ്യുന്ന ആളിനെ വരെ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എന്നത്തെയും പോലെ തന്നെ ഇന്നത്തെയും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. താങ്ക് യു.